നമസ്കാരം. ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെ എവർട്ടനെ തോപ്പിച്ച് ഈസിലി ടേബിളിൽ 5th സ്പോട്ടിലെത്താനായിട്ട് പറ്റിയ അവസരമായിരുന്നു. ഹോം മാച്ച് ഓക്കെ, നമുക്കറിയാം ഓൾഡ് ട്രാഫോർഡ് വെച്ച് നടക്കുന്ന മത്സരം. 2 weeks ഇൻ്റർനാഷണൽ ബ്രേക്ക്, പ്രോപ്പറായിട്ട് ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് ചെയ്യുന്ന പ്ലേയേഴ്സ് വരുന്നു. അപ്പുറത്ത് ഇന്നലെ സിറ്റി പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തു, ലിവർപൂൾ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തു. കാര്യങ്ങളെല്ലാം ഓക്കെ, നമുക്ക് 5th സ്പോട്ടിലോട്ട് ജയിച്ചാൽ വരാം. 4 goal മാർജിനിൽ ജയിക്കുവാണെങ്കിൽ 4th സ്പോട്ടിലോട്ട് എത്താം. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. പറ്റിയ അവസരം. ആൻഡ് മാച്ച് തുടങ്ങുന്നു. ലൈനപ്പിൽ കുൻഹെ ഇല്ലായിരുന്നു. ഓക്കെ, സിർസ്കിനെയാണ് ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തത് എലോങ് സൈഡ് എംബൂമോ ആൻഡ് അമാദിയാണ് ഫ്രണ്ടോട്ട് വന്നു. മസ്രായ റൈറ്റ് വിങ് ബാക്ക് റോളിലോട്ടും വന്നു, ലെഫ്റ്റ് വിങ് ബാക്ക് റോളിൽ ഡോർഗുവൻ. സോ ഈ ഒരു മാച്ച് തുടങ്ങുകയും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കം യുണൈറ്റഡിന് കിട്ടുകയാണ്. കാരണം ഗെയിമിൻ്റെ ഫസ്റ്റ് മിനിറ്റ്സുകളിൽ തന്നെ എനിക്ക് തോന്നുന്നു 10 മിനിറ്റിന് ശേഷമാണെന്ന് തോന്നുന്നു, 13-ാം മിനിറ്റിലോ 12-ാം മിനിറ്റിലാണെന്ന് തോന്നുന്നു, അവിടെ ബ്രൂണോ ഫെർണാണ്ടസ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, അവിടെ ഗേയെ ഡ്രോപ്പ് ചെയ്ത് വന്ന് ബോൾ വിൻ ചെയ്യാം. ഗേയുടെ കാല് ബോൾ കിട്ടുകയാണ്. ആൻഡ് ഗേ അവിടെ കീന് പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അവിടെ കീൻ ആ ബോൾ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. ബ്രൂണോ ഫെർണാണ്ടസ് നേരെ വന്ന് അതെടുക്കുകയും ബ്രൂണോ ഫെർണാണ്ടസ് ഷോട്ട് അടിക്കുന്ന ജസ്റ്റ് വൈഡിലൂടെ പോവുകയാണ്. ആ ഷോട്ട് വൈഡിലൂടെ പോയതിനു ശേഷം ഗേ എന്നിട്ടാണെങ്കിൽ കീനുമായിട്ട് തർക്കത്തിലാവുകയാണ്, എന്തുകൊണ്ട് നീ ആ ബോൾ എടുത്തില്ല എന്നുള്ള രീതിയിൽ. അവിടെ കീനാണെങ്കിൽ ഗേനെ പുഷ് ചെയ്യുന്നു. ഗേ ആണെങ്കിൽ കീൻ്റെ മോന്തക്കെട്ട് നല്ലൊരു സ്ലാപ്പ് കൊടുക്കുകയാണ്. സ്വന്തം ടീംമേറ്റിനെ ഫിസിക്കലി എൻഡേഞ്ചർ ചെയ്തതിനെ ഡയറക്റ്റ് റെഡ് കാർഡ് ഗേക്ക് വിട്ടുകയാണ്. ആൻഡ് ഗേനെ പിടിച്ച് പ്ലേയേഴ്സ് എല്ലാം മാറ്റുന്നു. ആരും ആർഗ്യൂ ചെയ്യാനോ ഒന്നും പോയില്ല, കറക്റ്റ് റെഡ് കാർഡ്. ആ 10 പേരുമായി ചുരുങ്ങുന്നു. ഇൻ യുവർ ഹോം ഓക്കെ, ടേക്ക് ദ അഡ്വാൻറ്റേജ്. ഇല്ല, 10 പേരുമായി ചുരുങ്ങിയതിന് ശേഷം എവർട്ടൺ വേർ ദ ബെറ്റർ സൈഡ്. എവർട്ടൺ ബെറ്ററായിട്ട് ബോൾ ചെയ്യാൻ തുടങ്ങി. കോമഡി എന്നാന്ന് വെച്ചാൽ എല്ലാ സെക്കൻഡ് ബോൾസും 10 പേരുമായി കളിക്കുന്ന എവർട്ടൺ എല്ലാ സെക്കൻഡ് ബോൾസും വിൻ ചെയ്യാൻ തുടങ്ങി. ഇത് നമ്മൾ ഒരു ലാസ്റ്റ് ഇപ്പം ഒക്ടോബറും നവംബറും ഒരു മാച്ച് പോലും ഇതുവരെ സോഫാർ തോക്കാതെ പോയ യുണൈറ്റഡ്. ബട്ട് സീസൺ സ്റ്റാർട്ടിൽ നമ്മൾ കണ്ട യുണൈറ്റഡ് ഉണ്ടല്ലോ, മിഡ്ഫീൽഡിൽ നമ്പേഴ്സ് ഇല്ല, സ്കാറ്റേഡ് ആയി നിൽക്കുന്നു, ഒരു ലാക്ക് ഐഡിയ ഇല്ലാതെ കളിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ക്രോസ് ബോക്സിലോട്ട് ഇടാൻ നോക്കുന്നു. ആ സെയിം യുണൈറ്റഡിനെ നമ്മൾ കണ്ടു. 10 പേര്, ഈവൻ 11 വേഴ്സസ് 11 ആയ സമയത്ത് യുണൈറ്റഡ് വെയർ പ്ലേയിങ് ബെറ്റർ ദാൻ ദിസ്. ഈവൻ ഒരു 15 മിനിറ്റ് ആണ്. ആ 10 പേരുമായി എവർട്ടൺ ചുരുങ്ങിയതിന് ശേഷം എവർട്ടൺ വേർ ദ ബെറ്റർ സൈഡ്. ഓക്കെ, യുണൈറ്റഡ് പിക്ഫോർഡിനെ ടെസ്റ്റ് ചെയ്തു. ഈ മാച്ചിനിടയിൽ കുറച്ച് സേവുകളൊക്കെ വന്നു, നല്ല 2-3 ഹെഡർ സേവുകളൊക്കെ പിക്ഫോർഡിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. പക്ഷെ അത് ഗോൾ കീപ്പർ പിക്ഫോർഡ് ഒരു നല്ല ഗോൾ കീപ്പറാണ്. സിട്രം മിസ് എന്ന് പറയാൻ പറ്റത്തില്ല അതൊന്നും, കാരണം പിക്ഫോർഡ് സേവ് ചെയ്തു, അവർ ടാർഗറ്റിലോട്ട് വിട്ടു. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കലി ഓക്കെ 3 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 3 മിസ് ചെയ്തു. യുണൈറ്റഡ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി കാണാമെങ്കിലും മാച്ച് കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എവർട്ടൺ ഹാർഡ് കൺട്രോൾ. എവർട്ടൺ ശരിക്കും ബോൾ എവർട്ടൻ്റെ കാലിൽ കിട്ടുമ്പോൾ അവർ സ്മൂത്ത്ലി പ്രോഗ്രസ് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു, സ്മൂത്തായിട്ട് മൂവ് ചെയ്യാണ് എവർട്ടൺ. ആൻഡ് സെക്കൻഡ് ഹാഫിൽ 1-0 ലീഡ് എടുത്തതിന് ശേഷം എവർട്ടൺ ചില സിറ്റുവേഷനിൽ സിറ്റ് ബാക്ക് ചെയ്തിട്ട് യുണൈറ്റഡിൻ്റെ കാല് ബോൾ കൊടുത്തിട്ട് കളിച്ചോന്ന് പറയുകയാണ്. യുണൈറ്റഡ് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ജാക്ക് ഗ്രീലിഷ് പ്ലേയിങ് ആസ് എ ഫുൾ ബാക്ക് പോലെ ബാക്ക് വന്ന് ഡിഫെൻസീവ്ലി ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നു, എൻഡായ ഡിഫെൻസീവ്ലി ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നു. എന്നാൽ ബാരി 13ഓളം ഏരിയൽ ഡ്യുവൽസ് ആണ് വിൻ ചെയ്തത്. ഈ സീസൺ പ്രീമിയർ ലീഗിൽ മോസ്റ്റ് ആണ്. എല്ലാ ഏരിയൽ ഡ്യുവൽസും ഫ്രണ്ടിലോട്ട് പിക്ഫോർഡ് ഇടുന്ന ബോൾ എല്ലാം പുള്ളി വിൻ ചെയ്യുന്നു. കീൻ മോന്തയ്ക്ക് അടി കിട്ടിയതിന് ശേഷം ഉണർന്നെന്ന് തോന്നുന്നു. അന്യായ ഡിഫെൻസീവ് വർക്കായിരുന്നു കീൻ്റെ ഇന്നലെ. സോ എന്താണെന്ന് അറിയത്തില്ല, ഇന്നലെ എവർട്ടൺ ഉണർന്നു. അതിൻ്റെ ആ ഗോൾ വന്ന രീതി അതിനേക്കാളും കോമഡിയാണ്. നേരെ ഒരു പാസിലൂടെ നേരെ ഡ്രൂസ്ബറി ഹാളിൻ്റെ കാലോട്ട് ബോൾ കിട്ടുവാണ്. സോ അവിടെ സിംപ്ലി ബോൾ കിട്ടുന്നു. ആളുടെ ബ്രൂണോ ഫെർണാണ്ടസ് അടുത്തുണ്ട്. മേ ബി ബ്രൂണോ അവിടെ അഗ്രസീവ് ആവുന്നില്ല. അവിടെ ബ്രൂണോനെ ആൾ ബീറ്റ് ചെയ്യുന്നു. പിന്നീട് ബോൾ എടുക്കാൻ വന്ന ലെനിയോറോനെ ബീറ്റ് ചെയ്യുന്നു. ആൻഡ് അവിടെ നിന്ന് ഒരു 1.5 ഷോട്ട് ആൾ എടുക്കുകയാണ്. ലാമൻസിന് മേ ബി ആ സേവ് ചെയ്യാൻ ആളുടെ കൈ തട്ടിയാണ് അത് കയറുന്നത്. പക്ഷേ ആ ലാമൻസിനെ അല്ല മിസ്റ്റേക്ക് ചെയ്യേണ്ടത്. ആ ഷോട്ട് അവിടെ നിന്ന് ആളെ എടുക്കാൻ അനുവദിക്കരുതായിരുന്നു. കാരണം ബ്രൂണോ ലെനിയോറോ 2 പേർക്കും ആ സിറ്റുവേഷനിൽ ബോൾ വിൻ ചെയ്യാനായിട്ടുള്ള അബിലിറ്റി ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഡ്രൂസ്ബറി ഹോൾ അല്ലേ. സോ ഡ്രൂസ്ബറി ഹോളിന് അഗേൻസ്റ്റ് ഓക്കെ, ഡ്രൂസ്ബറി ഹോൾ മോശമാണെന്നല്ല, പക്ഷേ യു ക്യാൻ ഡു ബെറ്റർ. അവിടെ കമ്മിറ്റ് ചെയ്യുന്നില്ല, ബ്രൂണോയും കമ്മിറ്റ് ചെയ്യുന്നില്ല, ലെനിയോറോയും ഹാഫ് ഹാർട്ടഡ്ലി ആണ് പ്രസ് ചെയ്യാനായിട്ട് ചെല്ലുന്നത്, ആ ബോൾ റിക്കവർ ചെയ്യാനായിട്ട്. സോ അതാണ് പണി വാളുന്നത്. ഈ ഹാഫ് ഹാർട്ടഡ് സംഭവമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്നലെ ഡിലിറ്റ്, ബ്രയാൻ എംബൂമോ, ടു ആൻ എക്സ്റ്റെൻറ്റ് അമാദിയോൽ, ഇവരല്ലാതെ നമ്മൾ ആരും ആ പിച്ചിലൊരു ഫുൾ 100% കൊടുക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടിയില്ല. ആൻഡ് ചില സിറ്റുവേഷൻ സിർസ്കി എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ ഗെയിം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ആളുടെ മാച്ച് ഷാർപ്നെസ് കുറവായോണ്ടാന്ന് തോന്നുന്നു, അധികം മിനിറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആൻഡ് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് സിർസ്കിനെ പിച്ച് നിർത്തിയേ പറ്റുമായിരുന്നു. സെഷ്കോ ഇല്ല, കുൻഹെ ഇല്ല. സോ ആ ഒരു കേസ് സിനാരിയോയിൽ സിർസ്കി എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ഈവൻ ദോ 10 പേരാണ് എവർട്ടണെങ്കിലും യുണൈറ്റഡ് 10 പേരോട്ട് കളിക്കുന്നവരായിരുന്നു. കാരണം സിർസ്കി ഓഫ് ദ ബോൾ അധികം വർക്ക്ലോഡ് എടുക്കുന്നില്ല, ക്രോസുകളും മറ്റും ബോക്സിലോട്ട് വരുമ്പോൾ അതിൽ എൻഡിൽ ഫസ്റ്റ് ഹാഫ് വരുന്നില്ലായിരുന്നു. and ആൾ ഡ്രോപ്പ് ചെയ്ത് ലിങ്കപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാ പാസുകളും മിസ് പാസ് ആവുകയാണ്. സിമ്പിൾ ബേസിക് പാസുകൾ പോലും ഒന്നെങ്കിൽ ബോൾ കിട്ടിയിട്ട് ടീംമേറ്റ്സിനോട്ട് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള പാസ് നേരെ ബാക്കിലോട്ടാണ് പോകുന്നത്. സോ ഫ്രണ്ടിലോട്ട് റൺ നടത്തുന്ന ടീംമേറ്റ് ബാക്കിലോട്ട് വന്നാൽ ബോൾ എടുക്കുന്ന സിനാരി വരുവാണ്. സോ അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. സോ പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിർസ്കി ഗെയിമിലോട്ട് വരുന്നുണ്ട്, എസ്പെഷ്യലി ക്രോസുകളുടെ എൻഡിലൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ മാച്ച് ഷാർപ്നസ് വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ അല്ലാതെ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ യുണൈറ്റഡ്
ക്രിയേറ്റീവ് ആയിട്ടുള്ള മൂവ്സ് അധികം നടത്തിയില്ല. എന്നാൽ ക്രിയേറ്റ് ചെയ്ത ചാൻസുകളാണെങ്കിലും അങ്ങ് ദൂരെ നിന്ന് ഔട്ട്സൈഡ് ദ ബോക്സ് ബ്രൂണോയുടെ ഒരു 2 ഷോട്ട് ഉണ്ടായിരുന്നു. പിന്നെ ക്രോസുകൾ വൈഡിൽ നിന്ന് ഡയറക്റ്റ്ലി ബോക്സിലോട്ട് ഇട്ടിട്ടുകൊണ്ടിരുന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കുമായിരുന്നു. സോ ലോ ബ്ലോക്ക് ആയിട്ട് നിന്ന ഒരു എവർട്ടൺ അഗെയിൻസ്റ്റ് ദ റിയലി സ്ട്രഗിൾ. ഷെഷ്കോനെ ശരിക്കും മിസ് ചെയ്തു, കുൻഹേനെ മിസ് ചെയ്തു. മെയിൻലി കുൻഹേനെ മിസ് ചെയ്തു എന്ന് എനിക്ക് തോന്നി. കാരണം കുൻഹ ഡ്രോപ്പ് ചെയ്ത് മിഡ്ഫീൽഡിൽ ഒരു നമ്പറായിട്ട് ആഡ് ചെയ്യുമായിരുന്നു. അഗ്രസീവ്ലി പുള്ളി പ്രസൻറ്റ് ചെയ്യുമായിരുന്നു. സോ ഇന്നലത്തെ ഒരു ഇഷ്യൂ എന്നാന്ന് വെച്ചാൽ പലപ്പോഴും കസമീറോ ബ്രൂണോ രണ്ടുപേരെ മിഡ്ഫീൽഡുള്ളൂ. ബ്രൂണോ മാക്സിമം അവസാനമായപ്പം കുറച്ചുകൂടെ ക്ലോസർ വന്നു. പക്ഷെ അല്ലാത്തപ്പോൾ ബ്രൂണോ ഭയങ്കര ഡീപ്പിലോട്ട് വന്ന് ഗെയിം കണ്ടക്ട് ചെയ്യാനായിട്ട് ഫോഴ്സ്ഡ് ആയിരുന്നു. ബ്രൂണോയുടെ സ്ട്രെങ്ത് അതല്ല നമുക്കറിയാം. സോ വളരെ ഡീപ്പിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമായിരുന്നു ബ്രൂണോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ. കുൻഹേനെ ശരിക്കും മിസ് ചെയ്തു, എസ്പെഷ്യലി മിഡ്ഫീൽഡ് ബോൾ വിൻ ചെയ്യുന്ന കാര്യത്തിൽ ആൾ ഡ്രോപ്പ് ചെയ്തുള്ള ആളുടെ ഇൻറ്റൻസിറ്റിയും മറ്റുമൊക്കെ റിയലി യുണൈറ്റഡ് മിസ് ചെയ്ത് ഇന്നലത്തെ മാച്ചിലോട്ട് വരും. പക്ഷേ അതൊരു റീസൺ അല്ല, 10 പേരുമായിട്ടാണ് കളിക്കുന്നില്ല. ഓക്കെ, അതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യുണൈറ്റഡിൻ്റെ ഫുൾ ബാക്സ് ആയിരുന്നു ഡോർഗു ആണെങ്കിലും. ഓക്കെ, മസ്രായി ഇന്നലെ അധികം നമുക്കറിയാം പുഷ് ചെയ്തില്ല. പക്ഷേ ഡോർഗു ആണെങ്കിലും ഡാലോട്ട് ഇറങ്ങിയതിന് ശേഷമാണെങ്കിലും അധികം ഇമ്പ്രസീവ് അല്ലായിരുന്നു. ഓക്കെ, വൈഡിൽ ലെതം പ്ലേ എന്ന് പറയുന്ന രീതിയിൽ അവർക്ക് രണ്ടുപേർക്കും സ്പേസ് കൊടുക്കുന്നുണ്ടായിരുന്നു. മേ ബി അവർക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആവാൻ ഫസ്റ്റ് ഹാഫിൽ ഡോർഗുവിന് ഒരു നല്ല ചാൻസ് കിട്ടിയതാണ്. ടൈറ്റ് ആംഗിളാണെന്ന് പറഞ്ഞാലും ടാർഗറ്റിൽ പോലും ആൾക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. സോ അങ്ങനത്തെ കുറച്ച് സിനാരിയോസ് വന്നു. സോ നമ്മൾ ഇന്നലെ കണ്ടത് ഈ സീസൺ സ്റ്റാർട്ടിൽ കണ്ട റൂബൻ അമോറിമിൻ്റെ യുണൈറ്റഡിൻ്റെ ഗ്ലിംസസ് ആണ്. സോ ലെറ്റ്സ് ഹോപ്പ് അത് ഓവർകം ചെയ്യും എന്നുള്ളൊരു കാര്യം. ലാമൻസ് ആണെങ്കിൽ ഇന്നലെ കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. കാരണം ലാമൻസിന് അധികം വർക്ക് ചെയ്യേണ്ട വന്നില്ല ആ ഒരു ഷോട്ട് അല്ലാതെ. പക്ഷേ എന്നാലും നമ്മൾ നോക്കുവാണെങ്കിൽ ലാമൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഇന്നലെ വളരെ മോശമായിരുന്നു. എസ്പെഷ്യലി 1-2 സിനാരിയോയിൽ പുള്ളി പെട്ടെന്ന് ബോൾ നീക്കാൻ നോക്കിയതെല്ലാം നേരെ എവർട്ടൻ്റെ കാലിലോട്ട് പോയിരുകയും ചെയ്തിരുന്നു. സോ ഇന്നലെ ഡിസ്ട്രിബ്യൂഷനും കുറച്ച് ഡൗൺ ആവുന്ന പോലെ തോന്നി. അല്ലാതെ നോക്കാനായിട്ടാണെങ്കിൽ പറയാനായിട്ടൊന്നുമില്ല. റിയലി ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും ഇഫ് യു ആർ എ യുണൈറ്റഡ് ഫാൻ. സോ ഇത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ ഈ മാച്ചിൽ. ഒക്കെ നെക്സ്റ്റ് മാച്ച് എന്തായാലും ക്രിസ്റ്റൽ പാലസ് അവയാണ്. ഐ തിങ്ക് കുൻഹ വിൽ ബി ബാക്ക് ഇൻ ദാറ്റ് മാച്ച്. സോ ഈ ഒരു ഇൻറ്റൻറ്റോടുകൂടി കളിക്കാൻ പറ്റത്തില്ല. കാരണം ആദ്യത്തെ 3 മാച്ച് നല്ലപോലെ കളിച്ചു. 4ാമത്തെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മാച്ച് ഫസ്റ്റ് ഹാഫ് അടിപൊളി. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മാച്ച് വീണ്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു. ടോട്ടൻഹാം മാച്ചിൽ നമ്മൾ കണ്ടു വീണ്ടും കുറച്ചുകൂടെ ഗ്രാഫ് താഴോട്ട് വന്നു. ഓക്കെ, ഒരു കമ്പാക്ക് ലാസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞാലും ഗ്രാഫ് താഴോട്ട് വന്നു കണ്ടു. അടുത്ത മാച്ചിലോട്ട് വന്നപ്പോൾ വീണ്ടും ഗ്രാഫ് താഴോട്ട് വന്നു. സോ യുണൈറ്റഡ് പ്ലേയേഴ്സിൻ്റെ അതാണ് ഈ കൺസിസ്റ്റൻറ്റ് കമ്മിറ്റ്മെൻറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ ഓക്കെ മീഡിയ പ്രഷർ വന്നു. സാർ ജിം റാറ്റ്ക്ലിഫ് എണ്ണം പബ്ലിക്കലി വന്ന് കോച്ചിനെ ബാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, ടീം അപ്പ് ചെയ്തു. ആ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? 3 മാച്ച് നിങ്ങൾ ജയിച്ചു. ഓക്കെ, കറണ്ട് പോയി. 3 മാച്ച് നിങ്ങൾ ജയിച്ചു, ആ കൺസിസ്റ്റൻസി കിട്ടി. 4ാമത്തെ മാച്ച് കുറച്ച് ഡൗൺ ആയി. 5ാമത്തെ മാച്ച് കുറച്ച് ഡൗൺ ആയി. 6ാമത്തെ മാച്ച് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി. സോ ആ കൺസിസ്റ്റൻസി കിട്ടണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് അഗ്രസീവ് ആണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് കമ്മിറ്റ് ചെയ്യണം ഫോർ യുവർ കോച്ച്. അല്ലാതെ മീഡിയ പ്രഷർ വരുമ്പോൾ അല്ലെ ഓണർ വന്നിട്ട് ഞാൻ കോച്ചിനാണ് ബാക്കി ചെയ്യുന്നതെന്ന് പറയുമ്പം ഒരു റിയാക്ഷൻ വരുന്നതിനേക്കാൾ ഉപരി കോൺസ്റ്റൻ്റ്ലി റിയാക്ഷൻ വന്നുകൊണ്ടിരിക്കണം. ആ കോൺസ്റ്റൻറ്റ് റിയാക്ഷൻ യുണൈറ്റഡ് വരുമോ എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം അഗെയിൻസ്റ്റ് ക്രിസ്റ്റൽ പാലസ് ക്രൂഷ്യൽ മാച്ചാണ്. അതിലും യുണൈറ്റഡ് തോക്കുന്ന ഒരു സിനാരിയോ ആണെങ്കിൽ ഓക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.